ഹേ ഹലോ വെൽക്കം ബാക്ക് ടു ദ മൂവി റിവ്യൂ ഓഫ് അനന്തൻ ഗാഡ്. കൊള്ളാട്ട ഈ സിനിമ, അടിപൊളി മൂവിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ മൂവിയുടെ നട്ടൽ എന്ന് പറയുന്നത് മുരളി ഗോപിയുടെ റൈറ്റിംഗ് തന്നെയാണ് ട്ടോ. അത്യാവശ്യം നല്ലൊരു സ്റ്റോറി ഉണ്ട് ഈ മൂവിക്ക്, നല്ലൊരു ഡെപ്ത് ഉണ്ട്. കണ്ടിരിക്കുന്ന നമുക്ക് മൂവിയുടെ സ്റ്റോറിനെ കുറിച്ച് നല്ലൊരു ആഴത്തിൽ മനസ്സിലാക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നല്ല സ്റ്റോറി ആയാൽ മാത്രം പോരാ, അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് ഡെലിവർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല മേക്കിങ്ങോടുകൂടി ഡെലിവർ ചെയ്യണം. അപ്പോൾ അതും ഒട്ടും കോംപ്രമൈസ് വരുത്തിയിട്ടില്ല. നല്ല മേക്കിംഗ് ആണ് മൂവിയിലെ. സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ്, ക്യാമറ വർക്ക്സ്, ഫൈറ്റ് സീക്വൻസ് ഒക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിയ ക്യാൻവാസിലുള്ള മൂവിയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിൽ അത്യാവശ്യം നല്ല ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. ഫൈറ്റൊക്കെ അടിപൊളിയായിരുന്നു, ആര്യയുടെ ഫൈറ്റും. അങ്ങനെ മൊത്തത്തിൽ മൂവിയിൽ ഫൈറ്റുകളൊക്കെ ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ്. അതേപോലെ കുറച്ച് ത്രില്ലിങ് എലമെന്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. പൊളിറ്റിക്കലാണ് കൂടുതലും. ഈ മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ ബേസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ഇതിലെ സ്റ്റോറി വരുന്നത്. അങ്ങനെ ഒരു ചരിത്രപരമായ കാര്യം കൂടിയും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് ആ സ്റ്റോറിക്ക് ഒരു ലൈഫുള്ള പോലെയാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. മൂവിയുടെ സെറ്റ് ഇട്ടിരിക്കുന്നതും അന്നത്തെ കാലഘട്ടം കാണിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, പഴയ അംബാസിഡർ കാർ, നമ്മുടെ പഴയ പോലീസ് ചീഫ്, അങ്ങനെ പണ്ടത്തെ ആ ഒരു കാലഘട്ടം, കുറച്ച് പണ്ടത്തെ, ഭയങ്കര മുന്നത്തെ അല്ല പറയുന്നത്, അത്യാവശ്യം കുറച്ച് പഴയതായിട്ടുള്ള ഒരു കാലഘട്ടത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് അതേപോലെ സെറ്റിട്ട്, അതേപോലെ ഇതിലൊരു ചേരിയുണ്ട് അതിൻ്റെ സെറ്റ് ഇട്ടിരിക്കുന്നത്, അങ്ങനെ ഓരോ സെറ്റ് ഇട്ടും കാര്യങ്ങളൊക്കെ മേക്കിങ്ങും ആർട്ട് വർക്കൊക്കെ അടിപൊളിയായിരുന്നു. അത്യാവശ്യം നല്ല വലിയ ക്യാൻവാസ് തന്നെ വേണമെങ്കിൽ പറയും മൂവിയുടെ. ക്യാരക്ടേഴ്സിന്റെ സൈഡ് നോക്കുക വെച്ച് കഴിഞ്ഞാൽ ആര്യാണ് ഇതിൽ മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു തമിഴ് ക്യാരക്ടറാണ് ഈ മൂവിയിൽ. ഒരു മലയാളം മൂവി ആണെങ്കിലും ഒരു തമിഴനായിട്ടാണ് ഈ മൂവിയിൽ വരുന്നത്. എടുത്തു പറയേണ്ടത് ഇന്ദ്രൻസിന്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി ക്യാരക്ടറായിരുന്നു. നല്ല ഓറ ഫീൽ ചെയ്യുന്ന നല്ല മാസ് ക്യാരക്ടറാണ്. നമ്മുടെ ആര്യ കഴിഞ്ഞ പിന്നെ ഇതിലൊരു സെക്കൻഡ് ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻസാണ്. ഇന്ദ്രൻസ് കൊണ്ടുപോകും തൂക്കും എന്നുള്ള രീതിയിലാണ് ഈ മൂവി മുന്നോട്ട് പോകുന്നത്. ആളുടെ ആ ഒരു പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ആ മൂവിയിൽ ആൾ കൊടുത്തിരിക്കുന്ന ഡെഡിക്കേഷൻ, ആ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ഡെപ്ത്, അത് അടിപൊളിയായിരുന്നു. ആളുടെ ഡയലോഗ്സ് ആയാലും ഓരോ ടൈമിംഗ് ആയാലും എല്ലാം അടിപൊളി. ക്ലൈമാക്സിൻ്റെ ഭാഗത്തൊക്കെ ഇന്ദ്രൻസിൻ്റെ ഒരു ചെയ്ത് വെച്ചിരിക്കുന്ന പരിപാടി ഉണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല, അടിപൊളിയാണ്. ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടർ അടിപൊളി വെട്ടിപ്പായിട്ട് ആൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ റൈറ്റർ മുരളി ഗോപിയും ഈ മൂവിയിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ആളുടെ ക്യാരക്ടർ അത്യാവശ്യം നന്നായിരുന്നു. പിന്നെ അപ്പാനി ശരത്തുണ്ട്, ഇവരുടെ ഒരു ഗ്യാങ് ഉണ്ട്, അതിലെ ക്യാരക്ടേഴ്സൊക്കെ അത്യാവശ്യം നന്നായിരുന്നു. ആ ഒരു ഗ്യാങ് അതിനെ ബേസ് ചെയ്തിട്ടാണ് മൂവി അങ്ങനെ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇവരുടെ കൂടെ തന്നെ ഒരു ലേഡി ക്യാരക്ടർ ഉണ്ട്, ശാന്തി ബാലചന്ദ്രൻ ചെയ്യുന്ന ഒരു കാർത്തി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ അടിപൊളിയായിരുന്നു കേട്ടോ. അത്യാവശ്യം അടിപൊളിയായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. വിജയരാഘവൻ ഒരു മിനിസ്റ്ററായിട്ട് ഈ മൂവിയിൽ വരുന്നുണ്ട്. ആ ക്യാരക്ടറിന് ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ സുനിൽ ഒരു പോലീസ് ക്യാരക്ടറായിട്ടാണ് വരുന്നതിൽ. അങ്ങനെ കുറച്ച് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള വില്ലൻ സൈഡ് ഈ മൂവിയിലുണ്ട്. നിഖില വിമൽ ഇതിലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറല്ല, ഒരു ക്യാരക്ടറായിട്ടുണ്ട് ഒരു സൈഡിൽ. അതേപോലെ തന്നെ പണി മൂവിയിലെ ഡോൺ സെബാസ്റ്റ്യനിലെ ആളും ഈ മൂവിയിൽ വരുന്നുണ്ട്. ആൾക്കും അദ്ദേഹം സ്പേസില്ല, എന്നാലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ തന്നെയാണ്. അങ്ങനെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ മൂവിയിൽ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോറി ലൈൻ, ആ മേക്കിംഗ്, വിഷ്വൽസ് നമ്മളെ മൂവി പിടിച്ചിരുത്തും, ബോറടിപ്പിക്കില്ല. അത്യാവശ്യം ആ ഗൺ ഫൈറ്റ് സീൻസ്, ബോംബർ, അങ്ങനെ വളരെ എൻഗേജിങ് ആയിട്ട് ഒട്ടും ബോറടിപ്പിക്കാതെ ഒരു പൊളിറ്റിക്കൽ അങ്ങനത്തെ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് മുന്നത്തെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ കുറച്ച് സ്ലോ ബേസിൽ കാണിച്ചു പോകുന്ന രീതിയിലല്ല എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് ഫാസ്റ്റ് ഫോർവേഡായിട്ട് പെട്ടെന്ന് ഓരോരോ സീക്വൻസ്, അന്ന് വളരെ ഫാസ്റ്റ് അല്ല, അങ്ങനെ നമ്മൾ ബോറടിപ്പിക്കില്ല. ഫൈറ്റ് സീക്വൻസ്, ഓരോരോ സീക്വൻസ്, ഓരോരോ ഇൻസിഡൻസ് അടുത്തടുത്ത് തന്നെയായിട്ട് വരുന്ന രീതിയിലാണ് മൂവി ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള മേക്കിംഗ് ആണ് അവർ. അതിന് ഇവരുടെ ഈ മൂവിയുടെ ഫുൾ ടീം അതിന് വേണ്ടി എഫേർട്ട് എടുത്തത് നമുക്ക് അതിൽ കാണാൻ പറ്റും. അത്ര അടിപൊളിയായിട്ടാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു മേക്കിംഗ് ഇല്ലേ, ആ തിയേറ്ററിൽ നമ്മൾ വിഷ്വലി എൻജോയ് ചെയ്യാനുള്ള ഒരു മേക്കിംഗ്, അത് അടിപൊളിയാണ്. വലിയ പ്രതീക്ഷ ഇല്ലാണ്ടാണ് ഈ മൂവി പോയി കണ്ടത്. അത്യാവശ്യം നല്ല സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നി. എന്തായാലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പരിപാടി ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുരളി ഗോപിയുടെ മുന്നുള്ള മൂവീസൊക്കെ പോലെ തന്നെ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ മൂവിയിൽ പറഞ്ഞു പോകുന്നത്. പൊളിറ്റിക്കലായിട്ടും ഹിസ്റ്റോറിക്കലായിട്ടും മുൻ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ജീവിതത്തിൽ അവരനുഭവിച്ച ചൂഷണങ്ങളും പല കാലഘട്ടത്തായിട്ട് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ, അധികാരത്തിൻ്റെയും പൊളിറ്റീഷ്യൻ്റെയൊക്കെ സൈഡിൽ നിന്നുള്ള ചൂഷണങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജനങ്ങളിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എത്തിക്കേണ്ട പല നല്ല മെസ്സേജ്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു മൂവിയായിരുന്നു. അത്യാവശ്യം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വിഷ്വൽസ്, ഫൈറ്റ്, മേക്കിംഗ്,
അതൊക്കെ അടിപൊളിയായിരുന്നു. നല്ല സ്റ്റോറി ലൈൻ, എൻഗേജിങ്, എല്ലാം കൊണ്ടും അത്യാവശ്യം മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മൂവിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് കാണാം. ബൈ.